കേരളം UDF ഭരിക്കുന്നു. അതിനുള്ള തുടക്കം കുറിച്ചുകൊണ്ട് ഉത്തമമായ ഭരണമായിരിക്കും കാഴ്ചവെക്കുക എന്ന് VD സതീശൻ വാക്ക് നൽകിയിരിക്കുന്നു. കേരളത്തിലെ സെക്രട്ടേറിയറ്റിനെ ഇന്ത്യയിലെ 1-ാം നമ്പർ സെക്രട്ടേറിയറ്റാക്കി മാറ്റുമെന്നുള്ള വാഗ്ദാനമാണ് വലിയ രീതിയിലുള്ള വിജയം നേടിയതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ നൽകിയത്. സ്വാഭാവികമായിട്ടും ഉത്തമമായ ഭരണം വേണം എന്നുള്ള ജനതയുടെ ആഗ്രഹത്തെ കൃത്യമായി ടീം UDF നിറവേറ്റും എന്ന് VD സതീശൻ സൂചിപ്പിച്ചിരിക്കുന്നു. 100-ലധികം സീറ്റുകൾ നേടിയുള്ള വലിയ വിജയത്തിൻ്റെ ആഹ്ലാദങ്ങൾക്കൊപ്പം തന്നെ ജനതയോട് നൽകിയ വാക്കുകൾ പാലിക്കാനുള്ള ഉത്തരവാദിത്തം ടീം UDF കാണിക്കുമെന്ന് VD സതീശൻ പറഞ്ഞിരിക്കുന്നു. അതേസമയം തോൽവിയുടെ കണക്കുകൾ എന്തൊക്കെയാണ് എന്ന് ഇനി CPIM നേതാക്കളും CPI നേതാക്കളും മൊത്തത്തിൽ LDF നേതാക്കളും പറയാനിരിക്കുന്നതേയുള്ളൂ. അതേസമയം തന്നെ UDFിൻ്റെ ആഹ്ലാദകരമായ വിജയത്തോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിട്ടും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ പോയി ഇതാ കേരളത്തെ കണ്ടോളൂ, ഞങ്ങൾ വാക്ക് പാലിച്ചിരിക്കുന്നു, 3 സീറ്റുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 3 താമരകൾ ഇവിടെ വിരിയിച്ചിരിക്കുന്നുവെന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുകയും ചെയ്യും. അതേസമയം CPIMനെ സംബന്ധിച്ചിട്ട് ഈ 3 താമരകൾ വിരിയിക്കാൻ ഇടയാക്കിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ വളക്കൂറുള്ള മണ്ണാക്കിയിട്ട് കേരളത്തെ മാറ്റുകയാണോ 10 വർഷം കൊണ്ട് ചെയ്തത് എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ UDFിൻ്റെ വലിയ വിജയത്തിൻ്റെ ഒപ്പം തന്നെ UDF നേതാക്കൾക്ക് ഈ ഒരു കാര്യത്തിൽ BJPയുടെ 3 സീറ്റുകളുടെ വിജയത്തിൻ്റെ ഒപ്പം തങ്ങളുടെ വിജയത്തെ കൂടി ചേർത്ത് വെക്കുന്നതിൻ്റെ ഉത്കണ്ഠ അവർക്ക് പങ്കുവെക്കേണ്ടി വരുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഒപ്പം തന്നെ CPIMനെ സംബന്ധിച്ചിട്ട് അവരുടെ പാർട്ടി കോട്ടകളിലുണ്ടായിട്ടുള്ള വലിയ വോട്ട് തകർച്ചകൾ, ഒപ്പം തന്നെ പാർട്ടിയിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടി നയത്തിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടവർ UDFിനൊപ്പം നിന്നുകൊണ്ട് നേടിയ വലിയ വിജയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെക്കേണ്ടി വരും. ഒപ്പം പിണറായി വിജയന് ധർമ്മടത്ത് ആദ്യ 6 റൗണ്ടുകളിൽ വലിയ രീതിയിലുള്ള തകർച്ച നേരിട്ടതടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും ടീം UDFിൻ്റെ വിജയമാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വിജയം. ഞങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള D ബിനോയ്, റിയാസ് KMR, ആന്റണി ജിസ്റ്റോർ എന്നിവർ ചേരുന്നു. ടീം UDFിൻ്റെ ഈ വിജയം കേരളത്തിന് നൽകുന്ന വലിയ പ്രതീക്ഷ എന്താണ്? D ബിനോയ്. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ തന്നെ കടമെടുക്കേണ്ടി വരും. കാരണം അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശ ആദ്യ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, സ്ഥാനാർത്ഥി നിർണയം ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ടീം UDF വിജയിക്കും, ഇത്തവണ 100 സീറ്റുകൾ പിടിക്കും എന്നുള്ളതായിരുന്നു VD സതീശൻ അന്ന് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ആ വാക്കുകൾ ശരിക്കും യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേന്ദ്രീകരിച്ചോ ഉള്ള വിജയം ആഘോഷിക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ആ പതിവുകളെല്ലാം തെറ്റിയിരിക്കുന്നു. കാരണം ഈ 103 സീറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ UDFിൻ്റെ പ്രതീക്ഷകളിലേക്ക് അല്ലെങ്കിൽ UDFിൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ UDFിലെ ഘടകകക്ഷികൾ അവർ നിർണായകമായ വിജയം കൈവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചില വാക്കുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ടീം UDF എന്ന് പറയുന്ന ആ വാക്ക് ശരിക്കും അർത്ഥമുള്ളതായി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ടീം UDF എന്നുള്ള ഒറ്റക്കെട്ടായി മാറപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സംസാരിച്ച് വരുമ്പോഴേക്കും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം, തെക്കൻ കേരളത്തിൻ്റെ ഓരോ മേഖലകൾ തിരിച്ച് പറയുന്നതിനപ്പുറം സാധാരണഗതിയിൽ തെക്കൻ കേരളത്തിലുണ്ടാകുന്ന ഒരു സ്വിംഗ്, ഒരു ചാഞ്ചാട്ടം, അത് ഇത്തവണ ചാഞ്ചാട്ടമല്ലായിരുന്നു, ഒരു ഒഴുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് അത്തരത്തിൽ ആ ഒഴുക്കിന് ഒരു ചെറിയൊരു തരത്തിലെങ്കിലും തടയിടാൻ കഴിഞ്ഞെങ്കിൽ കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമൊക്കെ ആ ഒഴുക്ക് വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്നൊരു കാഴ്ച കണ്ടു. പ്രത്യേകിച്ചും തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും ആലപ്പുഴയും ചേരുന്ന 4 ജില്ലകളിൽ ആരാണോ മുന്നോക്കം പോകുന്നത് അവർ കേരളം ഭരിക്കും എന്ന് പറഞ്ഞു വെച്ചു വരുന്ന ഒരു പഴയ സമവാക്യമുണ്ടായിരുന്നു. ആ സമവാക്യം ശരിക്കും ഇവിടെ അർത്ഥപൂർണ്ണമാവുന്നതിനപ്പുറത്തേക്ക്, അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും കോൺഗ്രസ് എന്തു പ്രതീക്ഷിച്ചോ അതിനപ്പുറത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ മധ്യ കേരളത്തിലെ വോട്ട് അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ ആര് നേടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചയായി വരുന്നത്. മധ്യ കേരളത്തിൽ സാധാരണ മത്സരിക്കുന്നത് UDFിൻ്റെ ഘടകകക്ഷികളായ
കേരള കോൺഗ്രസ് എം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇങ്ങനെ തുടങ്ങിയ ഘടകകക്ഷികളാണ് സാധാരണഗതിയിൽ മത്സരിക്കുന്ന പതിവുള്ളത്. പക്ഷേ ഇവിടെ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അത് അപ്പാടെ വല്ലാത്ത തരത്തിൽ തകർന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ, രാഷ്ട്രീയ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് എമ്മിനകത്ത് ചില പ്രശ്നങ്ങൾ, ആഭ്യന്തര കലഹങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഉയർന്നു വന്ന ഒരു പ്രധാന കാര്യം, ഈ കേരള കോൺഗ്രസ് എം ആരോടൊപ്പം നിൽക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ചയായി. അതിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിക്ക് UDF-നൊപ്പം നിൽക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രി LDF-നൊപ്പം നിൽക്കണമെന്നുള്ള ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിൽ ഒരു വിഭാഗീയത ഉണ്ടാകാതെ കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്തി കൊണ്ടുപോകാൻ അന്ന് കഴിയുകയും ചെയ്തു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കേരള കോൺഗ്രസ് എം എന്തു പ്രതീക്ഷിച്ചോ അതൊന്നും തന്നെ കൃത്യമായി നടപ്പായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോഴേക്കും LDF-ലെ പ്രധാന കക്ഷിയായ CPIM-ന് മാത്രമല്ല രാഷ്ട്രീയപരമായ തകർച്ച ഉണ്ടായിരിക്കുന്നത്. CPIM-നെ ആശ്രയിച്ച് അല്ലെങ്കിൽ CPIM-ൻ്റെ വോട്ടുകൾ കൊണ്ട് വിജയിച്ചു വരുന്ന, അവരുടെ പിൻബലത്തോട് വിജയിച്ചു വരുന്ന ഘടകകക്ഷികൾക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. അതായത് ആൻറ്റി കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ UDF-നും BJP-ക്കും അനുകൂലമായി ലഭിച്ചു എന്നുള്ളത്. സത്യത്തിൽ അത് യാഥാർത്ഥ്യമാണ്. ആന്റി കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ എന്ന് പറയുമ്പോൾ വിജയം നേടിയതിനു ശേഷം VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ആന്റി കമ്മ്യൂണിസ്റ്റ് വോട്ടുകളെ VD സതീശൻ വിശേഷിപ്പിച്ചത് ഉത്തമ കമ്മ്യൂണിസ്റ്റുകളുടെയും അതേപോലെ തന്നെ ഇടതുപക്ഷ അനുഭാവികളുടെയും ഒക്കെ വോട്ടുകൾ. അവരെ കണ്ടാൽ ചിരിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. കാരണം അവർ നിലവിലുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തരാണ്. ആ അതൃപ്തിയാണ് നമ്മുടെ വോട്ടിൽ ഒരു വിഭാഗമെന്ന് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആന്റി കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് ഉത്തമ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ഉദ്ധരണിയിട്ട് VD സതീശൻ പറയുന്നതാണ്. ഇവിടെ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായി തീർന്നിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് ഇപ്പോൾ D ബിനോയ് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസിനെയും ഒരുമിച്ച് അടർത്തി നിർത്തിയിട്ട് UDF എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ വിജയത്തിൻ്റെ ശോഭ അത് കെടുത്തുമായിരുന്നു. കാരണം 10 വർഷം അധികാരത്തിലിരിക്കുകയും അതിൻ്റെ സുഖലോലുപത അറിയുകയും അവസാനം ഭരണം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് നേടിയ വിജയമെന്നൊക്കെ വ്യാഖ്യാനം വരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കറയൊന്നും ഇല്ലാതെ തന്നെ UDF-നെ സംബന്ധിച്ചിട്ട്, ടീം UDF-നെ സംബന്ധിച്ചിട്ട് ഈ വിജയത്തെ അർഹിക്കുന്ന ഏറ്റവും ഉത്തമമായ ജനം ആത്മാർത്ഥമായി നൽകിയ വിജയമെന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിക്കും ബിനോയ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ 10 വർഷമായി UDF-നൊപ്പം നിൽക്കുകയും സമരങ്ങളിൽ പങ്കെടുക്കുകയും ഒപ്പം തന്നെ ഭരണത്തിൻ്റെ ആ സുഖലോലുപതയില്ലാതെ കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്ത UDF-ലെ ഘടകകക്ഷികൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് വേണം ഇതിനെ കാണുവാൻ. കാരണം ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വലിയ തരത്തിലുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് രാഷ്ട്രീയപരമായി UDF കടന്നുപോയതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം 2021-ലെ തെരഞ്ഞെടുപ്പിൽ കോവിഡിനോടൊപ്പം വരുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അന്ന് അവിടെ വലിയ തരത്തിൽ ജനവികാരം അലയടിച്ചുയർന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക്, പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള കോവിഡ് സമയത്ത് നടത്തിയിട്ടുള്ള ജനകീയമായ ചില നീക്കങ്ങൾ, ആ നീക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് UDF-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ചകൾ, UDF-നകത്തുണ്ടായ ചില വീഴ്ചകൾ, അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വന്നപ്പോഴേക്കായിരുന്നു 2021-ൽ UDF-ന് അന്ന് പരാജയത്തിൻ്റെ രുചി അറിയേണ്ടി വന്നത്. പക്ഷേ അതിനുശേഷം UDF ഉൾക്കൊണ്ട ഒരു വലിയ പാഠമുണ്ടായിരുന്നു. ആ പാഠം കൃത്യമായി VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് യാഥാർത്ഥ്യം ബോധത്തോടുകൂടി മനസ്സിലാക്കുകയും അത് ഘടകകക്ഷികളിലേക്ക് എത്തിക്കുകയും ഘടകകക്ഷികളുമായി ഭിന്നതയുടെ സ്വരമില്ലാതെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. പല ഘട്ടങ്ങളിലും ഒരേ തൂവൽ പക്ഷികളെ പോലെ പ്രവർത്തിച്ചു. കാരണം ഈ കഴിഞ്ഞ 5 വർഷവും സാധാരണഗതിയിൽ ഭരണമില്ലാത്ത സമയങ്ങളിൽ ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഇല്ലായ്മകളിൽ വളരെ ശക്തിയായി മനസ്സിലാക്കിക്കൊണ്ട് ഈ വരുന്ന ആളുകൾ തങ്ങളുടേതാണ് എന്നുള്ള ബോധത്തോടു കൂടി നടത്തിയ പ്രവർത്തനത്തിന് ലഭിച്ച ഒരു നേട്ടം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയേണ്ടി വരും. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് RSPയെ പോലുള്ള ചെറിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. RSPയെ സംബന്ധിച്ചിടത്തോളം അവരെ 5 ഇടങ്ങളിലാണ് ഇത്തവണ മത്സരിച്ചിരിക്കുന്നത്. അതിൽ 4 ഇടങ്ങളിൽ വിജയിച്ചു. അത് മാത്രവുമല്ല 3 ഇടങ്ങളിൽ വലിയ വിജയം നേടുന്നതിന് അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പയ്യന്നൂരിലെ സീറ്റ് സാധാരണഗതിയിൽ ഒരു ദാനം കൊടുക്കുന്നത് പോലെ RSPക്ക് നൽകുന്ന ഒരു സീറ്റാണ് പയ്യന്നൂരിലെ സീറ്റ്, തോൽക്കുന്നവർക്ക് വേണ്ടി കൊടുക്കും. പക്ഷേ
ഇത്തവണ അവിടെ ബുദ്ധിപരമായി RSP ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ആ പയ്യന്നൂർ സീറ്റ് കൃത്യമായി വി കുഞ്ഞികൃഷ്ണൻ, അതായത് CPI-യുമായി കലഹിച്ച് പുറത്തു വന്ന വി കുഞ്ഞികൃഷ്ണനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാൻ, അതിന് പിന്തുണ നൽകുവാൻ UDF തയ്യാറായപ്പോൾ സ്വന്തം സീറ്റ് RSP വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെ ആ സീറ്റിലൂടെ കുഞ്ഞികൃഷ്ണൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 4 സീറ്റുകളിൽ RSP വിജയിച്ചു എന്ന് അവർക്ക് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നെങ്കിൽ കഴിഞ്ഞ 5 വർഷം UDF-നോടൊപ്പം കൈകോർത്തു നിന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം UDF എന്ന് പറഞ്ഞ ഒറ്റപ്പേരിൽ കൈകോർത്തു നിന്ന് പ്രവർത്തിച്ചതിന് കിട്ടിയ വിജയം, അതിൻ്റെ ആഘോഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ കോട്ടകൊത്തളങ്ങളിൽ വലിയ തരത്തിലുണ്ടായ ഒരു പരാജയം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണോ നയിക്കേണ്ടത്, ആ നയിക്കപ്പെടേണ്ട ആൾ തന്നെ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടങ്ങളിൽ 6 റൗണ്ടുകളിൽ പിന്നാക്കം പോയതിനു ശേഷം കഴിഞ്ഞ വർഷം റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ആൾ വളരെ ബുദ്ധിമുട്ടോടുകൂടി ജയിച്ച് നേതൃനിരയിലുണ്ടായിരുന്ന ആൾ അങ്ങനെ ജയിച്ചെത്തുമ്പോഴേക്കും അത് ആ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന ഒരു തകർച്ചയുടെ സൂചനയാണ്. മാത്രവുമല്ല, പാർട്ടിയിൽ നിന്നും ആരൊക്കെ എങ്ങനെ പുറത്തേക്ക് പോയോ ആ പുറത്താക്കപ്പെട്ടവർ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു. ആ മത്സരിച്ചവർ തന്നെ വലിയ വിജയം നേടുന്നു. പ്രത്യേകിച്ചും പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരിൽ അത് തന്നെയാണ് നമ്മൾ കണ്ടതും. ഇത് ആ ഒരു കാഴ്ച നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPIM എല്ലാ പ്രാവശ്യവും പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴൊക്കെ പരാജയമുണ്ടാകുമോ അപ്പോഴൊക്കെ പാർട്ടിക്ക് ഒരു പരിശോധന അനിവാര്യമാണ്. പക്ഷേ ഇവിടെ പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് പാർട്ടി കുറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം സത്യമാണ്. പാർട്ടിയെ സംബന്ധിച്ചിട്ട് ചിന്തിക്കുക, പുനരാലോചിക്കുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ കേഡർ സമ്പ്രദായത്തിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവേണ്ട അടുക്ക് ചിട്ടയുമുള്ള ഒരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും നമ്മൾ ആവർത്തിച്ച് കേട്ടിരുന്ന ചില വാക്യങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുപിറകെ ഈ വലിയ തോൽവിയുണ്ടായതിനു ശേഷം CPI നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത് ഇതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പഠിക്കാതെ മാർഗമില്ല, കാരണം പാർട്ടിയുടെ കേഡർ സമ്പ്രദായ പ്രകാരം ഞങ്ങൾ ഇത് പഠിച്ചിരിക്കും, ഒരു സംശയവുമില്ല. അത് 1-ാം ദിവസം കേൾക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കേൾക്കുന്നു, ഒരു മാസം കഴിഞ്ഞ് വീണ്ടും കേൾക്കുന്നു, 2 മാസം കഴിഞ്ഞ് വീണ്ടും കേൾക്കുന്നു, പിന്നെ അത് മറക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ ഈ ജനവിധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചില വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു UDF-ന്റെ വലിയ വിജയം എന്ന് പറയുന്നത് അത് 10 വർഷത്തെ അവരുടെ ഭരണം അതൊന്ന് മാറട്ടെ, ഇനി ഒന്ന് മാറി നോക്കാമെന്നുള്ള ജനങ്ങളുടെ ഒരു ദോശച്ചട്ടിയിൽ ദോശ തിരിച്ചിടുന്നത് പോലെയുള്ള ഒരു റിഫ്ലക്സ് ആക്ഷൻ്റെ ഭാഗം മാത്രമാണ്. അല്ലാതെ അത് ഒരു ഭരണവിരുദ്ധ വികാരമല്ല, ഇവിടുത്തെ ഇതുവരെ ഭരിച്ചവരുടെ പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമല്ല എന്നുള്ള നിലയ്ക്കാണ്. അതേപോലെ തന്നെ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ഒന്നും കാണാത്ത രീതിയിലായി പോയി ഈ ജനഹിതം എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇതൊരു അവിശ്വസനീയമായിട്ടുള്ള പരാജയം എന്നുള്ള നിലയ്ക്ക് LDF-ന്റെ ഭാഗത്ത് അതിലെ ചില അണികളെങ്കിലും അവിശ്വസനീയമെന്ന് പറയുന്നു. പക്ഷേ ഇത് ഉറപ്പിച്ചിരുന്ന, മുൻകൂട്ടി അറിയാമായിരുന്ന ഒന്നാണ് എന്ന് ബഹുഭൂരിപക്ഷവും പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഈ തോൽവിയുടെ കാരണത്തെ അതിൻ്റെ ആഴത്തിൽ ആത്മാർത്ഥതയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് സന്നദ്ധമാകുന്നതിന് പകരം അത് വോട്ട് വിഹിതമടക്കമുള്ള പരമ്പരാഗത വിശകലന സമ്പ്രദായങ്ങളിലൂടെ അതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ ആണ് LDF-ഉം CPI-യും നടത്താൻ പോകുന്നതെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഭാവിയിലേക്കുള്ള പാർട്ടിയുടെ വളർച്ചയ്ക്ക് വിഘാതമായിട്ട് മാറുമെന്ന് പറയേണ്ടി വരും. MS അതുപോലെ തന്നെ സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴേക്കും പറയുന്ന ഒരു വാക്കുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയ തരത്തിലുള്ള പിന്തുണ ലഭിച്ചു, അത് മത തീവ്രവാദ ശക്തികൾക്കുള്ള പിന്തുണ ലഭിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള പിന്തുണ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം, അതെ, മത രാഷ്ട്രീയത്തിൻ്റെ ഒരു ഏകീകരണം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി പറയുന്നൊരു സ്വാഭാവികതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാരണം സാധാരണഗതിയിൽ ലീഗിനെതിരെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും അതുപോലെ തന്നെ SDPI-ക്കെതിരെയും ഒക്കെ പറയുന്ന ചില വാക്കുകളാണ്. അതായത് ഇവരുടെയൊക്കെ വോട്ട് LDF-ന് എപ്പോഴൊക്കെ കിട്ടാതെ വരുന്നു അപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ. ഇതുമായി ബന്ധപ്പെട്ട് ഈ മലബാർ മേഖലയിൽ കഴിഞ്ഞ ഈ 5 വർഷത്തിനിടയ്ക്കുണ്ടായ ചില രാഷ്ട്രീയ മാറ്റങ്ങളുണ്ട്. ആ രാഷ്ട്രീയ മാറ്റങ്ങൾ കൃത്യമായി പറയാൻ കഴിയുന്ന ആൾ KM റിയാസാണ്. റിയാസ് അത് തന്നെ പറയുകയും ചെയ്യും. തീർച്ചയായും